ഇസ്രായേൽ മാത്രമല്ല, റെഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ കൊടുത്ത് പാലസ്തീൻ അംഗീകരിച്ചപ്പോഴും കോൺഗ്രസ്സുകാരും മോദി അംഗീകരിച്ചു. ഇസ്രായേൽ പോലെ അവിടെ നിൽക്കട്ടെ. ഇനി അത് വേണ്ട, മെക്കയും മദീനയും നിൽക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയല്ലേ. അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത് കിങ് അബ്ദുൾ അസീസ് അവാർഡാണ്. അദ്ദേഹമാണല്ലോ ആധുനിക സൗദി അറേബ്യയുടെ ശില്പി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് കൊടുത്തത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ലോകം ശ്രദ്ധിക്കുന്ന അവിടുത്തെ ഭരണാധികാരിയാണ്. അദ്ദേഹം കാണിച്ച ഏക മണ്ടത്തരം ഈ ടർക്കിയും പാകിസ്ഥാനും കൂടെ ചെന്ന് പറഞ്ഞപ്പോഴേ ഒരു സന്ധിയിൽ ഏർപ്പെട്ടതാണ്. ഇപ്പോൾ അവരതിനെ ദുഃഖിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ അവൻ വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതോടുകൂടി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോക നേതാവ്, ലോകത്തിൽ ഇങ്ങനെ ഒരു നേതാവ് വന്നിട്ടില്ല സാറേ. സാർ പറ, ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനത്തെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ചൈനീസ് പ്രസിഡന്റ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് കിട്ടിയിട്ടുണ്ടോ? ലോകത്തേത് രാജ്യത്തെ ഭരണാധികാരിക്കാണ് സാറേ ഓരോ രാജ്യങ്ങളും ഇങ്ങനെ അംഗീകാരം കൊടുത്ത് സ്വീകരിച്ചിട്ടുള്ളത്? അതിൽ അഭിമാനിക്കല്ലേ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്?